ഓക്കെ, അപ്പം കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും ഓക്കെ ആയിരുന്നെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഇപ്പം റേ ഡയഗ്രാംസ് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല എങ്കിലും പരീക്ഷയ്ക്ക് ചോദിച്ചു വരുന്നുണ്ട്. റേ ഡയഗ്രാം പഠിക്കാതെ നമുക്ക് ആദ്യം കോൺകേവ് മിററിൻ്റെ റേ ഡയഗ്രാം നോക്കാം. ഈ കോൺകേവ് മിററിൻ്റെ റേ ഡയഗ്രാം പഠിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന 3 പടങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കിയാൽ ബാക്കിയുള്ളത് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. 1, ഞാനൊരു കോൺകേവ് മിറർ വരച്ചു. വളഞ്ഞൊക്കെ പോകുന്നുണ്ട്. കോൺകേവ് മിറർ വരച്ചു. ഇത് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്, പോളാണ്, ഫോക്കസ് ആണ്. പിന്നോ ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇതിൻ്റെയൊക്കെ പാർട്സൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം ഞാൻ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകാത്തത്. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ എങ്ങോട്ട് പോകും? ഫോക്കസിൽ കൂടെ പോകും. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ ഫോക്കസിൽ കൂടെ പോകും. ഒന്നാമത്തത് പഠിച്ചു. 2, ഫോക്കസിൽ കൂടെ ലൈറ്റ് റേ വരുന്നു. അങ്ങോട്ട് പോകും. ഇവിടെ എല്ലാം ആരോ മാർക്ക് ഇടാൻ ശ്രദ്ധിക്കണം. ഫോക്കസിൽ കൂടെ ലൈറ്റ് റേ വരുന്നു, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്നു. ഇവിടെ നമ്മൾ പാരലായിട്ട് വന്ന് ഫോക്കസിൽ കൂടെ പോയി, ഇവിടെ ഫോക്കസിൽ കൂടെ വന്ന് പാരലായിട്ട് പോയി. എളുപ്പമല്ലേ? ഇനി മൂന്നാമത്തെ നോക്കാം. പോളിലേക്ക് ഒരു ലൈറ്റ് റേ വരുന്നു. ചുമ്പ ഒബ്ലിക്കായിട്ട് വന്ന് വീഴണം. ഒബ്ലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിഞ്ഞ് വന്ന് വീഴുകയാണ്. അപ്പോൾ ഇവിടെ എത്ര ആംഗിളുണ്ടോ ഇതേ ആംഗിളിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. ഈ ആംഗിളും സെയിം ആയിരിക്കും. അപ്പോൾ ഒബ്ലിക്കായിട്ട് വന്ന് വീഴുന്ന ലൈറ്റ് റേ എന്ത് ചെയ്യും? അതേ ആംഗിളിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. ഇനി ഒരെണ്ണം കൂടെ പറയാനുണ്ട്. ഞാൻ 3 ആദ്യം പറഞ്ഞ 4 എണ്ണം ഉണ്ട്. ഒന്നുകൂടെ. ഓക്കെ, സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ സി കൂടെ വരുന്ന ലൈറ്റ് റേ ആരോ മാർക്ക് അങ്ങോട്ട് കൊടുത്തു. ഇതെങ്ങോട്ട് പോകും? ഓപ്പോസിറ്റായിട്ട്, സെയിം ഇതിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും. സെയിം പാത്തിൽ കൂടെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും. ഇതെങ്ങനെ? സി എന്ന് പറഞ്ഞാൽ നോക്കൂ എന്നൊരർത്ഥമില്ലേ? അപ്പോൾ നോക്കുക, കണ്ണുകൊണ്ട് നോക്കുകയാണ്, ഇങ്ങോട്ട് വരുന്ന ആൾ അങ്ങോട്ട് പോകും. അത്രയും ഓർത്താൽ മതി. ഈ 4 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് റേ ഡയഗ്രാം സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. അല്ല, ഇമേജ് ഫോർമേഷൻ സിമ്പിളായിട്ട് വരയ്ക്കാം. ഒബ്ജക്റ്റ് ഇമേജ് റിലേഷൻഷിപ്പ് പഠിക്കാൻ പോവാണ്. ഒന്നാമത്, ഒരു ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെച്ചാൽ എവിടെയായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്? ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഒരു ഒബ്ജക്റ്റ് ഒക്കെയാണ്. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസും കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ഭാഗം. അപ്പോൾ ഇവിടെ ഞാനൊരു ഒബ്ജക്റ്റ് വെച്ചു, OB എന്ന് പേരും കൊടുത്തു. അങ്ങനെ നിർബന്ധമില്ല. ഇവിടെ ഈ കേസിൽ ഒബ്ജക്റ്റ് വയ്ക്കണം നിർബന്ധമില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ഹൈറ്റ് അനുസരിച്ച് വയ്ക്കാവുള്ളൂ. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ച് ലൈറ്റ് റേ ഇങ്ങനെ പാരലായിട്ട് വരികയാണ്. ഇവിടെ നമ്മൾ തുടക്കത്തിൽ കുറച്ച് ഡോട്ട് ഇടും, പിന്നീട് കംപ്ലീറ്റ് ലൈൻ വരയ്ക്കും. 2 ഏതെങ്കിലും 2 റേ വെച്ച് നമുക്ക് റേ ഡയഗ്രാം വരയ്ക്കാം. ഞാനിവിടെ വരയ്ക്കുന്ന 2 റേസ് തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. ഈ ലൈറ്റ് റേ എങ്ങോട്ട് പോകും? ഫോക്കസിൽ കൂടെ പോകും. ഈ ലൈറ്റ് റേയോ ഇതും ഫോക്കസിൽ കൂടെ പോകും. ഇപ്പോൾ ഈ 2 ലൈറ്റ് റേസും കൂട്ടിമുട്ടിയ എവിടെ വെച്ചാൽ ഈ റിഫ്ലക്റ്റഡ് റേസ് കൂട്ടിമുട്ടിയത് ഫോക്കസിൽ വെച്ചിട്ടാണ്. നോക്ക്, ഇതിൽ വെറൊരു പോയിൻ്റ് സൈസിലല്ലേ ഉള്ളൂ, എടുത്തറിയാനും മാത്രമൊന്നുമില്ല, പോയിൻ്റ് വലിപ്പമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? തമ്മിൽ യഥാർത്ഥത്തിൽ കൂട്ടിമുട്ടുകൊണ്ട് തന്നെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. വലിപ്പം ചെറുതാണ്, ഡിമിനിഷ്ഡ് ആണ്, മങ്ങിയതാണ്. ഒരെണ്ണം കഴിഞ്ഞു. ഒബ്ജക്റ്റ് ബിയോണ്ട് സിക്ക് മുൻപായിട്ട്. സിക്ക് മുൻപെന്ന് പറയുമ്പോൾ സിയുടെ തൊട്ട് മുൻപ് വയ്ക്കുക, ഇച്ചിരി മാറ്റി വയ്ക്കുക, എവിടെ ഉണ്ടാക്കുക, നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരു ഒബ്ജക്റ്റ് വെച്ചു, ഒരു ലൈറ്റ് റേ സ്ട്രൈറ്റ് ആയിട്ട് പോകണം. ഈ ലൈറ്റ് റേ എങ്ങോട്ട് പോകും? ഫോക്കസിൽ കൂടെ പോകും. അല്ലയോ? നീട്ടി വരയ്ക്കാം. വരച്ചു, ആരോ മാർക്ക് ഇട്ടു. ഇത്ര നീളം വേണമെന്നില്ല, മതി. ഇനി രണ്ടാമതൊരു ലൈറ്റർ എൻ്റെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇഷ്ടമുള്ള ലൈറ്റർ എടുക്കാം. എനിക്ക് പോളിൽ കൂടെ വിടാനാണ് ഇഷ്ടം. പോളിൽ കൂടെ പോയി
ഇതേ ആംഗിൾ ഇങ്ങോട്ട് വരും. ഇവിടെ എത്ര ആംഗിൾ ഉണ്ടോ അത്ര ആംഗിൾ ഇവിടെ വരും. ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഇമേജ് കിട്ടത്തില്ല. വരച്ച് തന്നെ ചെയ്യണം. ഈ പോയിന്റിലല്ലേ കൂട്ടിമുട്ടിയത്? ഈ കൂട്ടിമുട്ടിയെടുത്തുനിന്ന് പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് നമ്മൾ വരയ്ക്കണം. ഇനി ശ്രദ്ധിക്കണം, ആരോ മാർക്ക് താഴേക്ക് ഇടാവുള്ളൂ. കാരണം പ്രിൻസിപ്പൽ ആക്സിസിന് താഴെ വെച്ചാണ് കൂട്ടിമുട്ടിയത്. പ്രിൻസിപ്പൽ ആക്സിന് മുകളിൽ വെച്ച് വെക്കുമ്പോൾ നമ്മൾ ആരോ മാർക്ക് മുകളിലേക്ക് ഇടുന്നത്. ഇവിടെ പ്രിൻസിപ്പൽ ആക്സിന് താഴെ വെച്ചാണ്. നോക്കിയാൽ വലിപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമേജ് ഉണ്ടായോ? യഥാർത്ഥത്തിൽ ഉണ്ടായി. കാരണം 2 ലൈറ്റ് റേയും കൂട്ടിമുട്ടി. റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള 2 ലൈറ്റ് റേയും കൂട്ടിമുട്ടി. അതുകൊണ്ട് റിയൽ ആൻഡ് അതുപോലെ തലതിരിഞ്ഞാണ് നിൽക്കുന്നത്. നമുക്ക് എടുത്തറിയാൻ പറ്റുന്നുണ്ട്. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. പിന്നെ ഒബ്ജക്റ്റിനേക്കാൾ ചെറുതാണ്. സ്മോളർ ദാൻ ദി ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് എന്ന് എഴുതാം. ഓക്കെ. ഇനി മൂന്നാമത്തത് ഒബ്ജക്റ്റ് അറ്റ് സി, സിയിൽ വയ്ക്കണം. നോക്കാം. സിയിലൊരു ഒബ്ജക്റ്റ് വെച്ചു, ഒ ബി എന്ന് പേര് കൊടുത്തു. ഒരു ലൈറ്റ് റേ പാരലായിട്ട് പോയി. ആ ലൈറ്റ് റേ ഫോക്കസിൽ കൂടെ പോയി അല്ലേ? വലിയ കാര്യമൊന്നുമല്ലോ. രണ്ടാമത്തെ ലൈറ്റ് റേ പോളിനകത്തൂടെ പോയി അല്ലെ പോളിലേക്ക് പോയി, തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നു. ഓക്കെ അല്ലേ? ഇവിടെ എവിടെ വെച്ചാൽ കൂട്ടിമുട്ടി? ഈ പോയിന്റ് വെച്ചിട്ടല്ലയോ? ഇവിടുന്ന് നേരെ മുകളിലേക്ക് ഒരു വരയ്ക്കണം. സി തന്നെ ചെന്ന് മുട്ടിയില്ലയോ? ആരോ മാർക്ക് താഴേക്ക് ഇടണം. ഇമേജായി. വലിയ കാര്യമൊന്നുമല്ല. സെയിം വലിപ്പത്തിലുള്ളൊരു ഇമേജ് കിട്ടി. റിയലാണ്, ഇൻവേർട്ടഡ് ആണ്. ഓക്കെ. അപ്പോൾ നാലാമത്തേനകത്തോട്ട് പോകാമല്ലോ. ഇനി ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. നമ്മൾ ഒബ്ജക്റ്റ് ഇങ്ങനെ മുന്നോട്ട് നീക്കിക്കൊണ്ട് വരികയാണ്. അപ്പോൾ സിക്കും എഫിനും ഇടയ്ക്ക് ഒബ്ജക്റ്റ് വെച്ചാൽ എവിടെ ഇമേജ് കിട്ടും നോക്കാം. ഒബ്ജക്റ്റ് വെച്ചു. ഒരു ലൈറ്റ് റേ പാരലായിട്ട് പോകും. ഇത് ഫോക്കസിൽ കൂടെ കടന്നു പോകും. ഓക്കെ. രണ്ടാമത്തെ ലൈറ്റ് റേ പോളിലേക്ക് പോകും. ഇതേ ആംഗിളിൽ തിരിച്ചു വരും. ഇവിടെ വെച്ച് കൂട്ടിമുട്ടിയല്ലോ. ഇവിടെ നേരെ നമ്മൾ മുകളിലേക്ക് വരയ്ക്കണം. ആരോ മാർക്ക് താഴേക്ക് കൊടുക്കണം. എവിടെ വെച്ചാൽ കൂട്ടിമുട്ടി? സിക്കും ഇപ്പുറത്തായിട്ടല്ലേ, അല്ലെങ്കിൽ ബിയോണ്ട് സി അല്ലേ? ഇൻവേർട്ടഡ് ഇമേജാണ്, റിയലാണ്. എന്തുകൊണ്ട് റിയൽ എന്ന് പറയുന്നത്? 2 ലൈറ്റ് റേസ് കൂട്ടിമുട്ടുന്നതുകൊണ്ടാണ് റിയൽ എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ ഒബ്ജക്റ്റിനേക്കാൾ വലുതാണ്. നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒബ്ജക്റ്റ് ബിയോണ്ട് സി വെച്ചപ്പോൾ ഇമേജ് എവിടെയായിരുന്നു? ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ്. അപ്പോൾ നേരെ തിരിച്ച് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് വെക്കുമ്പോൾ ഇമേജ് എവിടെ വരും? ബിയോണ്ട് സി വരും. അതങ്ങനെയാണ്. ഇനിയുള്ളതെല്ലാം അങ്ങനെയാണ്. എല്ലാം അല്ല, ഒരു കേസ് ഒഴികെ. നമ്മൾ ഒബ്ജക്റ്റ് അറ്റ് എഫിൽ വയ്ക്കാൻ പോകുന്ന ഒബ്ജക്റ്റ് എവിടെ ഇമേജ് വരും നോക്കാം. ഒബ്ജക്റ്റ് അറ്റ് എഫ് വെച്ചു. ഒരു ലൈറ്റ് റേ ഇങ്ങനെ പോകാമല്ലോ. പോയിട്ട് ഫോക്കസിൽ കൂടെ തന്നെ കടന്നു പോകാം. ഈ വിളവ് വരുന്നത് ബോർഡിൻ്റെ പ്രശ്നമാണ് കേട്ടോ. 2 പോളിൽ പോയിട്ട് ഫോക്കസിലേക്ക് തന്നെ പോകാം. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഏതോ ഒരു പോയിൻ്റ് ഇത് കൂട്ടിമുട്ടി നമ്മളങ്ങ് അസ്യൂം ചെയ്യുകയാണ്. എവിടെയാണ്? ഇൻഫിനിറ്റിയിൽ. അതെങ്ങനെ നമ്മളറിയാം? ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോൾ ഇമേജ് എവിടെയായിരുന്നു? ഫോക്കസിലായിരുന്നു. ഇവിടെ ഇപ്പോൾ ഒബ്ജക്റ്റ് ഫോക്കസിൽ വെക്കുമ്പോൾ ഇമേജ് എവിടെ ആയിരിക്കും? ഇൻഫിനിറ്റിയിലായിരിക്കും. അപ്പോൾ നമ്മളത് വരയ്ക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഡോട്ടഡ് ലൈൻ ഇട്ടങ്ങ് വിട്ടാൽ മതി. ഇനി ലാസ്റ്റത്തത് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ പി ആൻഡ് എഫ് അല്ലെങ്കിൽ എഫ് ആൻഡ് പി. ഫോക്കസിനും പോളിനും ഇടയ്ക്ക് ഒബ്ജക്റ്റ് വയ്ക്കുന്നത് ശ്രദ്ധിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വരയ്ക്കാൻ തരുന്ന ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തി വരയ്ക്കണം. വലിപ്പം വലുതായിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒബ്ജക്റ്റ് വെച്ചു. ഇതിൽ പല രീതിയിൽ വരയ്ക്കാം. ഞാൻ എൻ്റെ ഒരു രീതിക്ക് വരയ്ക്കാൻ പോവാണ്. ഒരു ലൈറ്റ് റേ പോളിലേക്ക് പോയി. ആ ലൈറ്റ് റേ ഇങ്ങോട്ടിങ്ങ് വന്നു. 2 സി കുറച്ച് നേരമായിട്ട് അവിടെ ചുമ്മാ ഇരിക്കുക. അപ്പോൾ സി കൂടെ ഒരു ലൈറ്റ് റേ ഇങ്ങനെ വിടാം. അപ്പോൾ ഇതിൻ്റെ ഹെഡിൽ ടച്ച് ചെയ്യണം. ഹെഡിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ സിയിൽ നിന്ന് അങ്ങോട്ട് ലൈറ്റ് റേ പോയി. സ്വാഭാവികമായിട്ടും ഇത് തിരിച്ചിങ്ങോട്ടായിരിക്കുമല്ലോ വരുന്നത് അല്ലേ? ഇനി നോക്കി, ഈ ഒരു എൻ്റെ കയ്യിലേക്ക് നോക്കണം. ഈ ഒരു വിരലിങ്ങനെ അകന്ന് വരികയല്ലേ 2 വിരലുകൾ. അപ്പോൾ നേരെ തിരിച്ചിങ്ങനെ പോയിരുന്നെങ്കിൽ ഇവിടെ ഏതോ ഒരു പോയിൻ്റിൽ നിന്ന് വരുന്നതായിട്ട് തോന്നത്തില്ലയോ?
അപ്പോൾ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് വരുന്നതായിട്ട് ഇവിടെ ഡോട്ടഡേ വരയ്ക്കുക. എപ്പോഴും എക്സ്റ്റൻഷൻസ് ഒക്കെ വരയ്ക്കുന്നത് ഡോട്ടഡേ വരയ്ക്കാവും. ഇവിടെ വെച്ച് കൂട്ടിമുട്ടി അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് പ്രിൻസിപ്പൽ ആക്സിസ് എവിടെ, അതിൻ്റെ താഴെയല്ലേ. അപ്പോൾ നമ്മൾ നേരെ താഴോട്ട് ഡോട്ടഡ് ലൈൻ വരയ്ക്കണം. എവിടെ വെച്ചാണ് കൂട്ടിമുട്ടിയത്? പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിൽ വെച്ചാണ്. അപ്പോൾ അവിടെ ആരോ മാർക്ക് മുകളിലേക്ക് കൊടുക്കണം. ഇതൊക്കെ പറയുമ്പോൾ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തിനാണ് പറയുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മുടെ മാർക്ക് നഷ്ടപ്പെടുത്താൻ കാരണമാകും. അതുകൊണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വേണം. ഇനി ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. എന്തൊക്കെയാണ്? വെർച്വലാണ്, കാരണം ഇത് നമ്മൾ സങ്കല്പിച്ച് വരച്ച യഥാർത്ഥത്തിൽ ഇല്ല, വെർച്വലാണ്. അതുപോലെ ഇറക്റ്റാണ്, നേരെയാണ് നിൽക്കുന്നത്, തലയും കുത്തിയല്ല. അപ്പോൾ വെർച്വലാണ്, ഇറക്റ്റാണ്, അതുപോലെ എൻലാർജ്ഡാണ്, വളരെ വലുതാണ്. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ മാഗ്നിഫിക്കേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് മാഗ്നിഫിക്കേഷൻ 1ന് മുകളിലും എന്നാൽ പ്ലസും കൂടെ ആണെങ്കിൽ അത് ഏത് മിററായിരിക്കും? കോൺകേവ് മിററായിരിക്കും എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ഇനി നമുക്ക് കോൺവെക്സ് മിററിൻ്റെ റേ ഡയഗ്രത്തിലേക്ക് പോകാം. അത് രണ്ടെണ്ണേ പഠിക്കാനുള്ളൂ. ഇവിടെയും ഈ രണ്ട് ഇമേജ് ഫോർമേഷൻ പഠിക്കണമെങ്കിലും 4 പടങ്ങൾ നമ്മൾ ആദ്യമേ പഠിച്ചു വെക്കണം. നേരത്തെ കേസ് പോലെ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. ഒന്ന്, ഒരു കോൺവെക്സ് മിററിനെ സംബന്ധിച്ച് അതിൻ്റെ ഫോക്കസും സെൻറ്റർ ഓഫ് കർവേച്ചറും എല്ലാം റൈറ്റ് സൈഡിലായിരിക്കും വരുന്നത്, അറിയാമല്ലോ. അപ്പോൾ ഇവിടെ വന്നു ഫോക്കസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ. ഒന്നാമത്തത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ലൈറ്റ് റേ വന്നു. ഇതെന്ത് ചെയ്യും? ഇതിവിടെ നിന്ന് തട്ടിത്തെറിച്ച് പോകും. നമ്മുടെ ഈ ഒരു സ്പൂൺ എടുത്തിട്ട് തലയും കുത്തി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് പഞ്ചസാര വരിയിട്ട് തെറിച്ച് പോകത്തില്ലേ, അതുപോലെ ഇവിടെ വന്ന് വീഴും. പക്ഷേ ഇവിടെ നിൽക്കുന്ന ഒരാളിന് എന്ത് തോന്നും? ഈ പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. ഇവിടെ നമ്മൾ ഡോട്ടഡേ വരയ്ക്കാവും, അതായത് ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് തോന്നുന്നു. ആരോ മാർക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, പുറത്തേക്ക് ഇടാവുള്ളൂ. 2, ഫോക്കസിലേക്ക് വരുന്ന രീതിയിലുള്ള ലൈറ്റ് റേ വരാണ്. ഈ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ മുറിച്ചപ്പുറത്ത് പോകാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഈ പോക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താ തോന്നുന്നത്? ഫോക്കസിലേക്ക് വരികയാണ് തോന്നുക. പക്ഷേ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇത് തിരിച്ചെങ്ങോട്ട് പോകും? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകും. ഇവിടെ ആരോ മാർക്ക് ശ്രദ്ധിക്കണം, പുറത്തേക്കാണ്. ഓക്കെ. 3, പോളിലേക്ക് വന്ന് വീഴുന്ന ലൈറ്റ് റേ കോൺകേവിനെ പോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് സെയിം ആംഗിളിൽ ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് ഒരു ലൈറ്റ് റേ വരികയാണ്. ഈ പോക്കുണ്ട് ഞാൻ എന്താ തോന്നുന്നത്? സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് പോകുന്നതായിട്ട് തോന്നും. പക്ഷെ പോകത്തില്ല, നേരെ തിരിച്ചങ്ങ് പോകും. മറ്റേതിനകത്ത് നമ്മൾ കോൺകേവിനകത്ത് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പോകാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും തിരിച്ചാവുന്നത്. ഇവിടെ നമുക്ക് മുറിച്ച് കിടക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ എത്തിയിട്ട് ഇയാളങ്ങ് നേരെ തിരിച്ച് പോകും. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺവെക്സ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ പഠിക്കാം. അതിലേക്ക് പോകാം. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെക്കുന്ന കേസ് 2 കേസേ പഠിക്കാനുള്ളൂ. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി 1. ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വയ്ക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലാതെ അതിന് പുറത്ത് എവിടെയെങ്കിലും ഒരു ഒബ്ജക്റ്റ് വയ്ക്കുക. ഇന്ന് പാരലായിട്ടൊരു ലൈറ്റ് റേ വരുന്നു. ഇവിടെ നമ്മൾ കുറച്ച് ഭാഗം ഡോട്ടഡ് കൊടുക്കണം. ഇവിടെ അതുപോലെ തന്നെ പാരലായിട്ട് വരുന്നു. ഈ ലൈറ്റ് റേ ഇങ്ങോട്ട് പോകും, തിരിച്ചു പോകുമല്ലോ. ഇത് എവിടെ നിന്ന് വരുന്നതായിട്ട് തോന്നുന്നത്? ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. ഇവിടെ അതുപോലെ തന്നെ തിരിച്ചു പോകും, ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് തോന്നി. ഞാൻ വരച്ചതിൻ്റെ കുഴപ്പമാണ്. ഇവിടെ നമ്മളൊരു ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. അപ്പോൾ ഈ 2 ലൈറ്റ് റേസും എവിടെ നിന്ന് വരുന്നതായിട്ട് തോന്നുന്നു? ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് തോന്നുന്നു. ഈ തോന്നലാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം, തോന്നലാണ്. അതുകൊണ്ട് തന്നെ ഇമേജ് എങ്ങനെയായിരിക്കും? വെർച്വൽ ആയിരിക്കും. വെർച്വൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ സ്വാഭാവികമായിട്ടും ആരായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. വെർച്വലായിട്ടുള്ള ഇമേജ് എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും, നിവർന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ പോയിൻറ്റ് സൈസ്ഡ് ആണ്, അല്ലെങ്കിൽ ഹൈലി ഡിമിനിഷ്ഡ്, വളരെ മങ്ങിയതാണ്. ഇനി ഒരെണ്ണം കൂടെ. ഒബ്ജക്റ്റ് എനിവെയർ ഓൺ ദി പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിൽ എവിടെയെങ്കിലും, കാരണം അങ്ങനെ പറയാനുള്ള കാരണം ലെഫ്റ്റ് സൈഡ് നമുക്ക് പോയിൻറ്റുകളൊന്നുമില്ല. ഫോക്കസും സെൻറ്റർ ഓഫ് കർവേച്ചറും എല്ലാം മിററിന് പുറകിലാണ്, റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയൊക്കെ വയ്ക്കാം. ഞാൻ ഇവിടെ വെക്കാൻ പോകുന്ന ഒബ്ജക്റ്റ് നിർബന്ധമൊന്നുമില്ല. ഇച്ചിരി ഇങ്ങോട്ട് നീക്കിയാലോ അങ്ങോട്ട് നീക്കിയാലോ കുഴപ്പമൊന്നുമില്ല. ഒബ്ജക്റ്റ് എന്ന പേര് കൊടുക്കാം.
ഒരു ലൈറ്റ് റേ പാരലായിട്ട് പോകാം, അത് ഇങ്ങനെ തട്ടിത്തെറിക്കും, ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും അല്ലേ. രണ്ടാമത്തെ ലൈറ്റ് റേ നമ്മളിവിടെ പോളിനകത്ത് വരച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് വരുന്ന രീതിയിൽ വരയ്ക്കുക. ഈ ലൈറ്റ് റേ എങ്ങോട്ട് പോവും? സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് പോകത്തില്ലേ, അല്ലെ സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് പോകുന്ന രീതിയിൽ പോകുന്നു, നേരെ തിരിച്ചിങ്ങോട്ട് പോകും. നമുക്ക് ഇവിടത്തേനേക്കാളും ഈ പോയിൻ്റ് വെച്ചല്ലേ ഇവ രണ്ടും കൂട്ടിമുട്ടിയത്. ആരൊക്കെ? ഈ സങ്കല്പിച്ച വരയും ഈ സങ്കല്പിച്ച വരയും തമ്മിൽ കൂട്ടിമുട്ടി ഇവിടെ വെച്ചാൽ. ഇതെവിടെയാണ്? പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരെ താഴോട്ട് വരയ്ക്കും, ഡോട്ടടെ വരയ്ക്കാവും, താഴോട്ട് നമ്മൾ വരയ്ക്കും. ആരോ മാർക്ക് എവിടോട്ടിടും? മുകളിലേക്ക് ഇടും. ഇത്രയേ ഉള്ളൂ, തീർന്നു. അതായത് ഇവിടെ ഇമേജ് ഉണ്ടായത് ബിറ്റ്വീൻ പി ആൻഡ് എഫ്, പോളിനും ഫോക്കസിനും ഇടയ്ക്കാണ്, വെർച്വലാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ സങ്കല്പിച്ച് വരച്ചാണ്. ഇറക്റ്റാണ്, നിവർന്നതാണ് ആണല്ലോ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മാഗ്നിഫിക്കേഷൻ ഈ കേസിൽ എന്തേ വരത്തുള്ളൂ? പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ 1 താഴെ ആയിരിക്കും. കാരണം നമുക്കറിയാം ഒബ്ജക്റ്റിൻ്റെ വലിപ്പം ഇത്രയേ ഉണ്ട്, ഇമേജ് ഇത്രയേ ഉള്ളൂ, വളരെ ചെറുതായിരിക്കും. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെച്ചാലും സെയിം പൊസിഷനിൽ തന്നെ ആയിരിക്കും ഇമേജ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഈ ചാപ്റ്റർ ഓൾമോസ്റ്റ് തീർന്നു. ഇനി ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ അതുപോലെ പ്രോബ്ലംസ് ഏതെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ ഇന്ന് 4 മണിക്ക് മുൻപായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ രാവിലത്തെ വീഡിയോയിൽ അത് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ.